സമുദ്ര നിയന്ത്രണങ്ങൾ ലംഘിച്ചുവെന്നാരോപിച്ച് യമൻ തടഞ്ഞുവച്ച മലയാളി അനിൽകുമാർ രവീന്ദ്രനെ മോചിപ്പിച്ചു. മസ്കറ്റിലെത്തിച്ച ആലപ്പുഴ കായംകുളം സ്വദേശി ഉടൻ ഇന്ത്യയിലേക്ക് മടങ്ങുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മോചനത്തിനു വേണ്ടിയുള്ള ഇടപെടലിന് ഒമാൻ സുൽത്താന് ഇന്ത്യ നന്ദി അറിയിച്ചു. അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, ഈ മോചനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. കഴിഞ്ഞ ജൂലൈ മാസമാണ് ചെങ്കടലിൽ ഹൂതി വിമതരുടെ ആക്രമണത്തിൽ തകർന്ന ചരക്ക് കപ്പലിൽ അംഗമായിരുന്നു അനിൽകുമാർ രവീന്ദ്രൻ. എന്നാൽ സമുദ്ര നിയന്ത്രണങ്ങൾ ലംഘിച്ചുവെന്ന് ആരോപിച്ച് ഈ കപ്പലിലെ 11 അംഗങ്ങളെ യമൻ തടഞ്ഞു വെക്കുകയായിരുന്നു. എന്തായാലും ആ 11 പേരെയും ഇപ്പോൾ മോചിപ്പിച്ചിരിക്കുകയാണ്. ആലപ്പുഴ കായംകുളം സ്വദേശിയായ അനിൽകുമാർ രവീന്ദ്രനും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോൾ അനിൽകുമാർ രവീന്ദ്രന്റെ മസ്കറ്റിൽ എത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് മടങ്ങാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. മോചനത്തിന് വേണ്ടിയുള്ള ഇടപെടൽ ഒമാൻ സുൽത്താനും ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നന്ദി അറിയിച്ചിരിക്കുകയാണ്. കാരണം ഒമാന്റെ ഇടപെടലാണ് ഈ 11 പേരുടെ മോചനത്തിനും നിർണായകമായത്. എന്തായാലും ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് മടങ്ങുമെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ മാസം മുതൽ യമൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. സമുദ്ര അതിർത്തികൾ അതുപോലെ തന്നെ നിയന്ത്രണങ്ങൾ ലംഘിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു അന്ന് തടഞ്ഞു വെച്ചിരുന്നത്. എന്തായാലും വലിയ ആശ്വാസം. മലയാളിയാണ്, ആലപ്പുഴ കായംകുളം സ്വദേശിയാണ് അനിൽകുമാർ രവീന്ദ്രൻ.